ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തവും അതിശക്തവുമായ ഒരു ടെലിപ്പതി മാനിഫെസ്റ്റേഷൻ പ്രക്രിയയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് അവർ ലോകത്തിൻ്റെ ഏത് കോണിലായാലും നിങ്ങളുടെ ചിന്തകളെയും സന്ദേശങ്ങളെയും തടസ്സമില്ലാതെ എത്തിക്കാൻ ഈ വിദ്യയിലൂടെ സാധിക്കും. ഇതിൻ്റെ ഫലമായി ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരാനും നിങ്ങളോട് സംസാരിക്കാൻ തോന്നി അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് പ്രപഞ്ചത്തിലെ എനർജി ഫ്രീക്വൻസിയും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയുമാണ്. ഈ വീഡിയോയിൽ ആഴമേറിയ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസും ഈ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുന്ന കുറച്ച് അഫിർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായ ഫലം ലഭിക്കാൻ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ ശാന്തമായ ഒരിടത്തിരുന്നത് മുഴുവനായി കേൾക്കുക. ഇനി നമുക്ക് മാനിഫെസ്റ്റേഷൻ ആരംഭിക്കാം. നിങ്ങളുടെ ശരീരം തികച്ചും ഫ്രീ ആക്കി വെക്കുക. ഇനി പതുക്കെ തോളുകൾ അയച്ചിടുക. ഇനി പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. ദീർഘമായി ഒരു ശ്വാസം എടുക്കൂ. ഇനി പതുക്കെ അത് പുറത്തേക്ക് വിടൂ. നിങ്ങളുടെ മനസ്സിപ്പോൾ ശാന്തമായി കൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം അകന്നു പോകുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ എൻ്റെ ശബ്ദത്തിൽ മാത്രമാണ്. നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി ഉണർത്താനും ഈ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം ഈ നിമിഷം സ്വീകരിക്കാനുമായി താഴെ കമൻറ്റ് ബോക്സിൽ ഐ ആം അലൈൻഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ഈ പ്രോസസ്സിലേക്ക് കൂടുതൽ ആഴത്തിൽ കണക്ട് ചെയ്യും. ഇനി നിങ്ങൾ ഏത് വ്യക്തിയുമായാണോ ടെലിപ്പതിയിലൂടെ കണക്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നത് അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിൻ്റെ സ്ക്രീനിലേക്ക് കൊണ്ടുവരിക. അവർ നിങ്ങളുടെ തൊട്ടു മുന്നിൽ വന്നിരിക്കുന്നത് പോലെ സങ്കല്പിക്കുക. അവരുടെ കണ്ണുകൾ, അവരുടെ ചിരി, അവരുടെ എനർജി അത് നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു തിളങ്ങുന്ന വെള്ള വെളിച്ചം പുറപ്പെട്ട് അവരുടെ ഹൃദയത്തിലേക്ക് കണക്റ്റ് ആകുന്നത് ദൃശ്യവൽക്കരിക്കുക. ഒരു എനർജി ബ്രിഡ്ജ് നിങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്നു. ദൂരം ഇപ്പോൾ ഒരു തടസ്സമല്ല. നിങ്ങളുടെ ചിന്തകൾക്ക് പോകാൻ ഒരു വഴി ഒരുങ്ങിക്കഴിഞ്ഞു. ആ വ്യക്തിയുമായുള്ള നിങ്ങളുടെ ആത്മബന്ധം എത്രത്തോളം ശക്തമാണെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിന് മനസ്സിലാക്കി കൊടുക്കാൻ അവരുടെ പേരിൻ്റെ ആദ്യ അക്ഷരം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളും അവരും തമ്മിലുള്ള ആ ഫ്രീക്വൻസി മാച്ചിങ് വേഗത്തിലാക്കും. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ആ സന്ദേശം വളരെ വ്യക്തമായി അവരോട് പറയുക. എന്നെ ഓർക്കൂ, എനിക്ക് മെസ്സേജ് അയക്കൂ, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വെളിച്ചത്തിലൂടെ അവരുടെ ഉള്ളിലേക്ക് ഒഴുകിപ്പോകുന്നത് കാണുക. അവർ ആ സന്ദേശം പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നത് സങ്കല്പിക്കുക. നിങ്ങളുടെ ചിന്തകൾ ഇപ്പോൾ അവരുടെ തലച്ചോറിലും ഹൃദയത്തിലും എത്തിക്കഴിഞ്ഞു. പതുക്കെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഇനി പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടെലിപ്പതി കണക്ഷൻ എപ്പോഴും നിലനിർത്താൻ സഹായിക്കുന്ന 20 അഫിർമേഷൻസ് ആണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഒപ്പം നിങ്ങളുടെ മനസ്സിലും ഇത് ആവർത്തിച്ച് പറയുക. ഞാൻ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ എനർജിയുമായി കണക്റ്റ് ആയിരിക്കുന്നു. എൻ്റെ ചിന്തകൾക്ക് അതിരുകളില്ലാത്ത വേഗതയുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയിലേക്ക് എൻ്റെ സ്നേഹം എളുപ്പത്തിൽ എത്തുന്നു. ഞാനും അവരും ഒരേ എനർജി ഫ്രീക്വൻസിയിലാണ് ജീവിക്കുന്നത്. എൻ്റെ ഉപബോധ മനസ്സ് മാനിഫെസ്റ്റേഷൻ ശക്തിയാൽ നിറഞ്ഞിരിക്കുന്നു.
ദൂരം ഞങ്ങളുടെ മനസ്സിൻ്റെ ബന്ധത്തെ ബാധിക്കുന്നില്ല. അവർ ഇപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ ആശയവിനിമയം കൂടുതൽ എളുപ്പവും മനോഹരവുമായി മാറുന്നു. എൻ്റെ ടെലിപതി തരംഗങ്ങൾ അവരിലേക്ക് കൃത്യമായി എത്തിച്ചേരുന്നു. പ്രപഞ്ചം ഞങ്ങളെ വീണ്ടും പരസ്പരം അടുപ്പിക്കുന്നു. ഞാൻ പൂർണ്ണമായും പോസിറ്റീവ് ചിന്തകളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ മനസ്സ് തികച്ചും ശാന്തവും ശക്തവുമാണ്. എന്നെയും അവരുടെ ചിന്തകളെയും തടയാൻ ഒന്നിനും കഴിയില്ല. ഞങ്ങൾക്കിടയിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ഇപ്പോൾ മാറിക്കഴിഞ്ഞു. അവരുടെ മനസ്സിൽ എന്നോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിക്കുന്നു. എൻ്റെ സന്ദേശങ്ങൾ അവരുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നു. വളരെ പോസിറ്റീവായ ഒരു വാർത്ത എന്നെ തേടി വരാൻ പോകുന്നു. പ്രപഞ്ചത്തിൻ്റെ സമയക്രമത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ തന്നെ ഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. നമ്മളിപ്പോൾ ചെയ്ത ഈ പ്രോസസ്സ് തികച്ചും വിജയകരമായി പൂർത്തിയായിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതെപ്പോൾ നടക്കുമെന്നോർത്ത് സങ്കടപ്പെടാതിരിക്കുക എന്നതാണ്. പ്രപഞ്ചത്തിൽ നിങ്ങളുടെ സന്ദേശം രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അത് കൃത്യസമയത്ത് അവരിൽ എത്തിച്ചേരും. പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം ഇപ്പോൾ നടന്നു കഴിഞ്ഞതായി സങ്കല്പിച്ച് ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുക. ഓരോ കാര്യവും സംഭവിക്കുന്നതിനനുസരിച്ച് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഈ ദൃശ്യത്തിലേക്ക് നോക്കിയിരിക്കാൻ.